ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ 2022 സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 ഏതൊക്കെയാണെന്നോ ചെയ്ത് 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാർട്ടിൽ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാം. പാർട്ട് 1ഉം അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് കാണാത്തവർക്കായിട്ട്. ഇതിൽ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കോഡ് ഡി ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് കോഡ് ഡി ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ കീ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആകുമ്പോൾ മലയാളവും അതേപോലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതായത് ഒരേ ക്വസ്റ്റ്യൻ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും. അപ്പം ഒട്ടുമിക്ക പേരും മലയാളത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടായിരിക്കും ശീലിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിൽ വായിച്ചിട്ട് ഒട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യണം, അതിൻ്റെ ഇംഗ്ലീഷ് സെഷൻ വായിച്ച് നോക്കണം. കാരണം ഇംഗ്ലീഷ് സെഷൻ ചിലപ്പം കുറേ കൂടി വ്യക്തമായിരിക്കും. ടേംസ് ഒന്നും മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. അപ്പോൾ ഇതിൽ ഞാൻ മിക്കവാറും 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അധികം വന്നിട്ടില്ല. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഭാഗമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നിങ്ങൾക്ക് അതൊക്കെ കാണാം, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ ഏതാ കിട്ടുന്നതെന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെ ശരിയാണ് കേട്ടോ, ശരിയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒന്ന് വായിച്ചു നോക്കുക. ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും കീഴിൽ എസ് എന്ന് വെച്ചാൽ പട്ടികജാതി കമ്മീഷനാണ്, നൽകിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും അത്തരം സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രവർത്തനത്തിൽ വരുന്നതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി രണ്ടാമത്തത്, പട്ടികജാതിക്കാരുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുന്നതിന്, അതാണല്ലോ മെയിനായിട്ട് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ 1, 2 ഇത് ശരിക്കില്ല. 1, 2 ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ അത് നിങ്ങൾ ഏത് കമ്മീഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലും ആ കമ്മീഷനിൽ ജനറലായിട്ട് പറയാൻ പറ്റുന്ന 2 സ്റ്റേറ്റ്മെൻറ്റാണ് ഈ 1, 2. അപ്പോൾ നിങ്ങളത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ അത് ശരിയാണെന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ കിട്ടണം. ഓക്കെ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്കൊരു ആ ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾ എത്തും. കാരണം ഇതുപോലത്തെ ഒത്തിരി ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും ശരിയായിരിക്കും. അത് പലപ്പോഴും PSC ആവർത്തിക്കുന്ന ഒരു ടൈപ്പാണ്. ഇനി മൂന്നാമത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നിങ്ങൾ, ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, പട്ടികജാതി വിഭാഗക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്. അപ്പോൾ സാമ്പത്തിക സഹായം നൽകുന്നതൊന്നും എന്തല്ല, ഇവരുടെ ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ വരുന്നതല്ല. അപ്പോൾ ഇതിലെ ആൻസർ നടന്നത് 1ഉം 2ഉം മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ നടന്നത്. ഇനി ഇതൊക്കെ ഏകദേശവും നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്കത് റാങ്ക് ഫയലിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കമ്മീഷൻസ് ഒത്തിരി ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ കമ്മീഷൻസും നിങ്ങൾക്കറിയാമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് ഫുള്ളായിട്ട് എന്തായാലും നോക്കണം, എന്തായാലും പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളും പിന്നെ അതിലെ മെമ്പേഴ്സിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, ഈ രീതികളൊക്കെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ചതും അതുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നത് 2004 ഓക്കെ, 2004 ഈ പട്ടികജാതി കമ്മീഷൻ എന്ത് ചെയ്തത്, നിലവിൽ വരുന്നത്. ഇനി കമ്മീഷൻ എന്ത് ബോഡിയാണെന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതായത് ഭരണഘടനാ സ്ഥാപനമാണ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുണ്ട്. അപ്പോൾ ഇത് ഏതിൽ വരുന്നതാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ വരുന്നതാണ്, അതായത് ഭരണഘടനാ സ്ഥാപനമാണ്. ഇനി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 338 എന്ത് ചെയ്യുന്നത്, ഈ പട്ടികജാതി SC കമ്മീഷനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ SC അല്ലാത്ത വേറെ ഏതൊക്കെ കമ്മീഷൻസ് വരും, അപ്പോൾ OBC വരും, ST വരും. ഓക്കെ, അതൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണോ, അതൊക്കെ പഠിക്കേണ്ടതാണ്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ 5 അംഗങ്ങളാണ് എന്ത് ചെയ്യുക, SCയിലുണ്ടാവുക. SCയിൽ 5 അംഗങ്ങൾ. അത് നിങ്ങൾക്ക് SCയുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, S എന്നുള്ളത് 5 പോലെ തോന്നില്ല, അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ SC എന്നുള്ളത് ജസ്റ്റ് S എന്നുള്ളത് എന്ത് ചെയ്യാൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെയാണ് ടോട്ടലാണ് 5 പേരുള്ളത്. ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, ഇവരുടെ കാലാവധി 3 വർഷമാണ്.
ഈ ആസ്ഥാനം അറിയപ്പെടുന്നത് ലോക് നായക് ഭവൻ എന്നാണ് ആസ്ഥാനം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ പറയാത്ത എന്തൊക്കെയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ഏരിയയിലാണ് അവർക്ക് ഏതൊക്കെ ഏരിയയിലാണ് അവർ കൈകടത്തുന്നത്, ആ ഒരു രീതിയിലൊന്നും ഞാൻ പോയിട്ടില്ല. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ റാങ്ക് ഫയൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കുക ഗൂഗിളിൽ. ഇങ്ങനെ SC കമ്മീഷൻ UPSC എന്ന് അടിച്ചു കഴിഞ്ഞാലേ നല്ല ആർട്ടിക്കിൾസ് വരും. അതായത് ടോപ്പിൽ വരുന്ന എല്ലാ വെബ്സൈറ്റിലും നല്ല ആർട്ടിക്കിൾസ് ആണുള്ളത്. പല UPSC വെബ്സൈറ്റുകളുടെയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആർട്ടിക്കിൾ കറക്റ്റായിട്ട് പോയിൻ്റായിട്ട് SC കമ്മീഷനെ പറ്റി ഫുള്ളായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റം വന്നിട്ട് പഠിച്ചോണേ. ചിലതൊക്കെ അമെൻഡ്മെൻറ്റ് വരും, ഒരു കമ്മീഷനിലൊക്കെ അമെൻഡ്മെൻറ്റ് വരുമ്പോൾ ചില ഇയറിൽ അത് കറണ്ട് അഫെയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലെ മാറ്റം വരുത്തിയിട്ട് പഠിച്ചോണം. അങ്ങനെ നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ നിർദ്ദേശക തത്വങ്ങൾ കേട്ടോ, നിർദ്ദേശ തത്വങ്ങൾ എന്ന് വെച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. അതാണ് ഞാൻ ഇംഗ്ലീഷ് അതിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് അതുകൂടി ഒന്ന് പറയുന്നത്. തത്വങ്ങളാണ് സ്വഭാവത്തിൽ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക. അതായത് സോഷ്യലിസ്റ്റ് തത്വങ്ങളിൽ വരുന്ന ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ഒന്നാമത്തത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് സോഷ്യലിസ്റ്റ് തത്വങ്ങളിൽ വരുന്നതാണ്. അതേപോലെ മൂന്നാമത്തെ മതിയായ എല്ലാ ഉപജീവന മാർഗ്ഗങ്ങളും ലഭ്യമാക്കുക എന്നുള്ളത് ഒന്നാണ് സോഷ്യലിസ്റ്റ് തത്വങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ 1, 3 ആണെന്ത്, ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ DPSPയെ പറ്റി പറയുകയാണെങ്കിൽ DPSPയിൽ 3 തത്വങ്ങളാണ്, 3 രീതിയിലാണ് DPSPയെ തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ DPSP എന്താണെന്നോ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചോണം. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. സോ ഇതിൽ ഗാന്ധിയൻ തത്വങ്ങളുണ്ട്, അതേപോലെ സോഷ്യലിസ്റ്റ് തത്വങ്ങളുണ്ട്, ലിബറൽ ഇൻ്റലക്ച്വൽ തത്വങ്ങളുണ്ട്. ഓക്കെ, ഈ 3 എണ്ണമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത് 3 എണ്ണം നിർബന്ധമായിട്ട് പഠിക്കണേ. ഇതിൽ ഗാന്ധിയൻ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് മുന്നേ അത്രത്തോളം ചോദിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഗാന്ധിയെ മുമ്പ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിയ തത്വങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാം. ഗാന്ധിയ തത്വങ്ങളുടെ ആശയങ്ങൾ, ഗാന്ധിജിയുടെ ആശയങ്ങളായിരുന്നു മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള DPSPയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെന്താ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നത്, അതേപോലെ ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇതൊക്കെ ഗാന്ധിജിയുടെ തത്വങ്ങളാണ് DPSPയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ 40, 43, 46, 47, 48, 43 ബിയും സോഷ്യലിസ്റ്റിൻ്റെയോ ലിബറൽ ഇൻ്റലക്റ്റിൻ്റെയോ ആർട്ടിക്കിൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ DPSPയിൽ DPSPയുടെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാനൊന്നും പറയുന്നില്ല, DPSP എന്താണെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ DPSPയിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് മുമ്പേ റിപ്പീറ്റായിട്ട് ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു DPSP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ DPSP എന്ന് വെച്ചാൽ ഒരിക്കലും കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തതാണ്. ഓക്കെ, അതിനെ നമ്മൾ പറയുന്നൊരു പേരാണ് നോൺ ജസ്റ്റിസിബിൾ, ന്യായവാദത്തിന് അർഹമല്ല. ഏത് ഈ DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത് എന്തിനല്ല, ന്യായവാദത്തിന് അർഹമല്ല. എന്ന് വെച്ചാൽ നമുക്കത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഇതിലറിയാം, ഇപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതിനെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സമീപിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും DPSP ഒന്നും എന്തല്ല, ഒരു കോടതിയിലേക്കും ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഇത് ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് പ്രാവശ്യം മുമ്പ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വഴിയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കുക. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സഹകരണ സംഘങ്ങളുടെ സ്വമേധയായ രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ജനാധിപത്യ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നടന്നത് 97 ഓക്കെ, ഭരണഘടനാ അമെൻഡ്മെൻറ്റ് 97 2011 കേട്ടോ, 2011 വന്ന്. അപ്പോൾ നിങ്ങൾ പലരും അമെൻഡ്മെൻറ്റ് പഠിക്കുന്നത് 100 മുതൽ അമെൻഡ്മെൻറ്റാണ് പലരും പഠിച്ചു പോകാറുള്ളത് കേട്ടോ. അപ്പോൾ 100 മുതൽ മാത്രം പോരാ, നിങ്ങൾ നോക്കി 97 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ സഹകരണ സംഘങ്ങളുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അമെൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് 97ാമത്തെ ഭരണഘടനാ ഭേദഗതി പഠിക്കാറുള്ളത്. ഓക്കെ, 97ാം ഭരണഘടനാ ഭേദഗതി. സോ 100ാം ഭരണഘടനാ ഭേദഗതികൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഒത്തിരി ഭാഷ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് 100 മുതലുള്ളത്. എന്തായിരുന്നു 100? ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് കേട്ടോ. 100 എന്ന് പറയുന്നത് എന്താ, 100 എന്ന് പറഞ്ഞാൽ ബൗണ്ടറി എഗ്രിമെൻ്റ് ആണ്, ബംഗ്ലാദേശുമായിട്ടുള്ള ബൗണ്ടറി എഗ്രിമെൻ്റ് ആണ് ഇത് 100 എന്ന് പറയുന്നത്.
101 എന്ന് പറയുന്നതോ GST. 101 GST ആണ്. 102 NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുത്ത അമെൻഡ്മെൻ്റാണ് ഇത് 102ാമത്തെ അമെൻഡ്മെൻറ്റ്. ഇനി 103 എക്കണോമിക്കലി വീക്കർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് അവർക്ക് 10% റിസർവേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 103. 104ാമത്തെ അമെൻഡ്മെൻറ്റ് എന്താണ്? ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്ന റിസർവേഷൻ സീറ്റ്, ആംഗ്ലോ ഇന്ത്യന് റിസർവേഷൻ ഉണ്ടായിരുന്നു അല്ലേ നിയമസഭയിലൊക്കെ, അപ്പോൾ അത് എടുത്തു കളഞ്ഞതാണ് 104. 105ലാണ് എന്ത്? OBC, അതായത് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തന്നെ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് വായിച്ച് നോക്കണം, ഞാൻ അധികം ഡീപ്പായിട്ട് ഞാനത് പറയുന്നില്ല. ഇനി 106, ഇതാണ് ലാസ്റ്റ് ഇപ്പോൾ വന്നത്. ഞങ്ങൾക്കിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ 106ാമത്താണ് ലാസ്റ്റ് അമെൻഡ്മെൻറ്റ് വന്നത്. ആ 106ാമത്തെ അമെൻഡ്മെൻറ്റ് എന്താണ്? ഈ 1/3 സീറ്റ്സ് ഇൻ ലോകസഭ, അതായത് ലോകസഭയിൽ സ്ത്രീകൾക്ക്, ലോകസഭ മാത്രമല്ല സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതേപോലെ ഡൽഹി അസംബ്ലിയിലും കൂടി എന്താണ് സ്ത്രീകൾക്ക് 1/3 സീറ്റ് റിസർവേഷൻ, അതായത് 15 വർഷത്തേക്ക് കേട്ടോ, 15 വർഷത്തേക്ക് റിസർവേഷൻ 1/3 റിസർവേഷൻ കൊണ്ടുവന്ന ഒരു അമെൻഡ്മെൻറ്റാണ് ഇത് 106. 106ഒക്കെ അതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻ്റ് കൂടിയാണ്, ലാസ്റ്റ് വന്നത് കൂടിയാണിത്. സോ ഇത് വിക്കിപീഡിയ എന്നുള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ നിങ്ങൾക്കത് 100 മുതൽ 106 വരെ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ അതിന് മുമ്പുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലതൊക്കെ, ഇത് സർവീസ് സഹകരണ സംഘങ്ങളുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് 97 എന്ന് പറഞ്ഞ പോലെ അതേപോലെയുള്ളതൊന്നും എന്ത് ചെയ്യണം? ഒന്ന് നോക്കിയിട്ട് പോകണം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ നിയമം 2020 പ്രകാരം ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളാക്കിയ ഭാഷകൾ ഏതെല്ലാം? ഓക്കെ, അതുപോലെ ഒന്നുമില്ല, ഇതൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അറിയെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് പോവാം കേട്ടോ, അല്ലാതെ ഇത് കറക്കി കുത്തിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ഒരു ഗസ് ചെയ്തിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷാണ് കേട്ടോ. 14B ആണ് ഇതിൻ്റെ ആൻസർ. 14B ആണ് കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷാ നിയമപ്രകാരം. ഇനി കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് 1-2 കാര്യങ്ങൾ ഞാൻ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്ന്, യൂണിയൻ ടെറിട്ടറിയായി മാറിയ ഡേറ്റ് 31 ഒക്ടോബർ കേട്ടോ. ഒക്ടോബർ 31, 2019 എന്ത് ചെയ്യുന്നത്? ഇത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നത്. ഏത്? ജമ്മു കാശ്മീർ. ഓക്കെ, ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നത്. ഇനി ജമ്മു കാശ്മീരിന് 2 ക്യാപിറ്റലാണുള്ളത്, അത് നിങ്ങൾക്കറിയാം, ശ്രീനഗറും അതേപോലെ ജമ്മു. ശ്രീനഗറും ജമ്മു. ഇനി അടുത്തത് ഇതിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഇപ്പോഴത്തെ കേട്ടോ, അത് മുമ്പ് ഇടയ്ക്കിങ്ങനെ ചെറിയ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഓരോ യൂണിയൻ ടെറിട്ടറിയുടെ എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആരാന്നുള്ളത്. ഇപ്പോൾ ഉള്ളത് മനോജ് സിൻഹ. മനോജ് സിൻഹയെ മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മനോജ് സിൻഹ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്, ഏതാ എക്സാമെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ മനോജ് സിൻഹ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറുകയാണെങ്കിൽ മാറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചോണം. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളൊരു കാര്യമില്ലേ, ലോകസഭാ സീറ്റുകളുടെ എണ്ണം 5 സീറ്റുകളുണ്ട് കേട്ടോ. ഓർമ്മിച്ച് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവലിനൊക്കെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ലോകസഭയിലേക്ക് 5 സീറ്റുകളാണുള്ളത് ജമ്മു കാശ്മീരിൻ്റെ ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് കുറച്ചൊരു കണക്റ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ വരുന്ന കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. കേരള സിവിൽ സർവീസ് നിയമമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 16 മുതലുള്ളത് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡാഷ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നു. താഴെ തന്നിട്ടുള്ള ഏതാണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഏതാണെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കമ്പൈലറും അതേപോലെ ഇൻ്റർപ്രറ്ററും രണ്ടും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജാണ്, കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജാണ് ഇത് മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യർ കോഡ് ചെയ്യാൻ, പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ്. CPP ഒക്കെ പോലെ ഉള്ള ലാംഗ്വേജാണ് ഇത് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ അതിൽ നിന്ന് മെഷീൻ ലെവലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 സോഫ്റ്റ്വെയർ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയും. ട്രാൻസ്ലേറ്റേഴ്സാണ് ഇതൊക്കെ, കമ്പൈലറും അതേപോലെ ഇൻ്റർപ്രറ്ററും. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു മുന്നേ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഈ ഒരു 2 ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ലേറ്റർ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ പ്രോസസ്സിങ്ങിന് മുമ്പ് എന്ത് ചെയ്യണം? മെഷീൻ ലെവലിലേക്ക് മാറ്റുന്ന പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ് കോഡ്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഒബ്ജക്റ്റ് കോഡ് എന്നാണ് അറിയപ്പെടുന്നത്.
അതേപോലെ പ്രധാന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ പറഞ്ഞ അസംബ്ലർ, അതേപോലെ കമ്പൈലർ, ഇൻ്റർപ്രറ്റർ. ഓക്കെ, ഇതിൽ ഏതാ ഒഴിവായി പോയത്? അസംബ്ലർ ഇതിലില്ല, കമ്പൈലറുണ്ട്, അതേപോലെ ഇൻ്റർപ്രറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഏത് കൂടി വരും? അസംബ്ലർ കൂടി വരും. അപ്പോൾ അസംബ്ലർ, കമ്പൈലർ, അതേപോലെ ഇൻ്റർപ്രറ്റർ 3 എന്താ ചെയ്യുന്നത്? ഈ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമിലുള്ള എക്സാമ്പിളുകളാണ്. ഇനി ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ പ്രോഗ്രാമിനെ ഒന്നാകെ, അതായത് മൊത്തത്തിൽ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണിത് കമ്പൈലർ. ഓക്കെ, ഇത് മൊത്തത്തിൽ, ഇതാണ് ഇതിൻ്റെ രണ്ടുള്ള ഡിഫറൻസ്. ഇത് മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. അതേപോലെ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമുകളെ ഓരോ വരിയായിട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നതാണ് ഇത് ഇൻ്റർപ്രറ്റർ. അപ്പോൾ ഇത് രണ്ട് ഇൻ്റർപ്രറ്റർ എങ്ങനെയാണ്? ഓരോ വരിയായിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, ഗോ ലൈവ്. മറ്റുള്ളവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സാണ്. വെബ് ബ്രൗസേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വെബ് ബ്രൗസർ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്, അതേപോലെ ഫോണിൽ ഉപയോഗിക്കുന്നതും സോഫ്റ്റ്വെയറുകൾ വിളിക്കുന്ന പേരാണിത് വെബ് ബ്രൗസർ. അതായത് ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് വിളിക്കുന്നത്? വെബ് ബ്രൗസറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല, ഫയർഫോക്സ്, ഒപ്പേര, ഗൂഗിൾ ക്രോം, ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. സഫാരി ചോദിച്ചിട്ടുണ്ട് മുമ്പ്. എപ്പിക്ക് കേട്ടോ, എപ്പിക്ക് ഓർത്തോക്കണേ, എപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് ഇതുവരെയുള്ളത് എന്ത് ചെയ്യുക? മെയിനായിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, അത് തന്നെയാണ് ചോദിക്കാറുള്ളത്. മൊസൈക്കും കൂടി ഓർത്ത് നോക്കുക. ഓപ്ഷൻ സിയിലുള്ള മൊസൈക്കും അതിൽ ഒപ്പം എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ എപ്പിക്ക്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്ക്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എപ്പിക്ക് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറാണ്. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ വേറെ പഠിക്കും. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യരുത്? കൺഫ്യൂസിങ് ആയി പോകരുത്. സോ എപ്പിക്കും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് നോക്കുക. പിന്നെ ഇതുമായിട്ട് മാറിപ്പോകുന്നതാണ് സെർച്ച് എഞ്ചിൻ. ഈ വെബ് എന്താണ് ബ്രൗസറും അതേപോലെ സെർച്ച് എഞ്ചിനും നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. എന്നാൽ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? മെയിനായിട്ട് നമുക്ക് കാര്യങ്ങളെ സെർച്ച് ചെയ്യാൻ, വിവരങ്ങളെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻസ്. അപ്പോൾ അതിലുള്ള എക്സാമ്പിളാണ് ഇത് ഗൂഗിൾ, യാഹു, അതേപോലെ ബിങ്, അൾട്ടാവിസ്റ്റ, ASK.com. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ടുള്ള സെർച്ച് എഞ്ചിനുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള പേരിലൊന്നും എന്തില്ല, ബിങ്ങിൻ്റെ പേരിൽ വെബ് ബ്രൗസർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളതൊന്നും എന്തല്ല വെബ് ബ്രൗസറല്ല. ജസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെർച്ച് എഞ്ചിനുകൾക്കുള്ള എക്സാമ്പിളാണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റിൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO കേട്ടോ, അതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊന്നുമില്ല, കറണ്ട് അഫെയറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 18ാം ആൻസർ ഏതാ? സത്യ നദല്ല. മെയിനായിട്ടുള്ള ആളുകളുടെ ഒരു പൊസിഷൻ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഒരു പൊസിഷനിലെത്തുകയാണെങ്കിൽ അത് കറണ്ട് അഫെയറിൽ നോക്കിയിട്ട് പഠിച്ചോണം. പ്രത്യേകിച്ച് ഏതെങ്കിലും വലിയ കമ്പനിയുടെ CEO, അതേപോലെ യുണൈറ്റഡ് നേഷൻസ്, അതേപോലുള്ള ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് ഒരു ഇന്ത്യക്കാരൻ എത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? നോട്ട് തിരിച്ച് വെച്ചോണം. ഇനി മൈക്രോസോഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ച കമ്പനിയാണിത് മൈക്രോസോഫ്റ്റ്. അപ്പോൾ നമ്മളത് ഒന്നിച്ചിട്ട് തന്നെയാണ് പറയാറില്ലേ, മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്നല്ല ഒന്നിച്ചിട്ട് പറയാറ്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു 1985. ഓക്കെ, ഒറ്റ പ്രാവശ്യമായിട്ട് അത് ചോദിച്ചിട്ടുള്ളൂ തോന്നുന്നു. അത് ഓർത്ത് നോക്കണം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഓക്കെ 1985 ആണ്. ഇനി അതിൻ്റെ സ്ഥാപകൻ നടന്നത് 2 പേര്, ബിൽഗേറ്റ്സും അതേപോലെ പോൾ അലനും. ഈ 2 പേര് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് നോക്കുക. ഇനി അടുത്തത് 19 സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ്. ഇത് സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? സൈമൂർ ക്രയാണ് സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ്. സൈമൂർ കെ. ഇതിൽ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ അത് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവായിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? വിജയ് പി ഭട്കറാണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. ഇത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സൈമൂർ ക്രേ എന്നുള്ളത് ഓർത്ത് നോക്കുക. സൈമൂർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ്. അതേപോലെ ഇതിലുള്ള ഓപ്ഷനിലൊക്കെ ചാൾസ് ബബേജ്, അതേപോലെ ബേസ് പാസ്കൽ, അലൻ ട്യൂറിങ്, ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്കൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്? ഇതിൽ ഓരോന്നായിട്ട് മാറിപ്പോയത്. ഇനി സൂപ്പർ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആയതാ? CDS 6600. ഓക്കെ,
അതാണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. അതിലും കൂടുതൽ പ്രാവശ്യം ചോദിക്കാറുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്നാണ്. പരം. ഓക്കെ, പരം 8000. പരം 8000 ഇന്ത്യയുടെ ആദ്യത്തേത്. അതേപോലെ ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിച്ചോണം. കാരണം അതും ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ആര് ഡെവലപ്പ് ചെയ്തു? മിക്കവാറും ഏതെങ്കിലും IITസോ അതൊക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരെയും കൂടി എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു പഠിച്ചോണം. ഇനി ഇതിൽ വരാൻ ചോദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ് FLOPS. ഓക്കെ, ഫ്ലോപ്സ്, അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്താണെന്നുള്ളത്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡിനെ അളക്കുന്ന യൂണിറ്റാണ് എന്ത്, ഫ്ലോപ്സ് എന്നുള്ളത്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് അവിടെ നോട്ട് ചെയ്ത് നോക്കാം. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഉദ്ദേശിക്കുന്നത്. 2019 കീഴിലുള്ള അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട പരാതി, അങ്ങനെ ഒരു പരാതി വന്നാൽ ആരുടെ മുമ്പാകെ ഈ ഫയൽ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ആരുടെ മുമ്പാകെ കംപ്ലയിൻറ്റ് കൊടുക്കാം, കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ നിങ്ങൾക്ക് അതൊരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾക്ക് ജില്ലാ കളക്ടർ കൊടുക്കുക, റീജിയണൽ ഓഫീസ് കമ്മീഷണർ കൊടുക്കുക, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ടി ആണ്. എല്ലാവർക്കും എന്ത് ചെയ്യുക, മുകളിൽ പറഞ്ഞ എല്ലാവർക്കും ഈ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും ആരുടെ മുമ്പിൽ. ഇത് പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിന് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക. റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷിതത്വത്തിനുള്ള അവകാശം അവർക്കുണ്ട്. പിന്നെന്താ, അറിയിക്കപ്പെടാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, റൈറ്റ് ടു ബി ഹേർഡ്, ഓക്കെ, കേൾക്കപ്പെടാനുള്ള അവകാശം, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, പരിഹാരം തേടാനുള്ള അവകാശം, പിന്നെന്താണ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇതിലിപ്പോൾ 3, 6 എണ്ണം ഈ ഒരു അതൊരു ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മൈൻഡിൽ ഒന്ന് ഓർത്ത് നോക്കുക. അഥവാ അല്ലാത്തത് എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒത്തിരി ഉണ്ട് പഠിക്കാൻ. അതിൽ ജസ്റ്റ് പറയുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 3 ത്രിതല ഉപഭോക്തൃ കോടതികളാണ് അതിലുള്ളത്. ത്രിതല, അതായത് 3 കോടതികൾ എന്ന് പറയുമ്പോൾ ഒരു ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്, ഒന്നാമത്തത്. പിന്നെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന തലത്തിൽ. അതേപോലെ നാഷണൽ ലെവലിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അപ്പോൾ ഇത് ഓർത്ത് നോക്കണേ. ത്രിതല ഉപഭോക്തൃ കോടതികളാണ് എന്ത് ചെയ്യുന്നത്, ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ വരുന്നത്. അതിൽ CDRCയുടെ അധികാര പരിധി മുമ്പ് കുറേ പ്രാവശ്യം 2022-21 കാലയളവിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ബുക്കിൽ നിങ്ങൾക്ക് SCERT ബുക്കിൽ ഈ ഒരു ഇത് കാണാം. അപ്പോൾ അതിലുള്ള അതിലും മാറിയിട്ടുണ്ട് കേട്ടോ. SCERT ബുക്കിൽ ഇതായിരിക്കില്ല ഉണ്ടാവുക, അപ്പോൾ അതിൽ മാറിയിട്ടുണ്ട്. കാരണം ഇത് പുതിയ മാറ്റം വന്നതാണ്. അപ്പോൾ ഇതിൽ ഓർത്തൊക്കെണ്ടെന്ന് വെച്ചാൽ ജില്ലാ കമ്മീഷനുകൾക്ക് എത്ര രൂപ വരെയുള്ള പരാതികളാണ് പരിഗണിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോൾ 50 ലക്ഷം വരെയുള്ള കേട്ടോ, 50 ലക്ഷമാണ് നിങ്ങൾ ഓർത്തൊക്കേണ്ടത്. മുന്നേ അത് 1 കോടിയായിരുന്നു. അപ്പോൾ ബുക്കിലുണ്ടാകുന്നത് മിക്കവാറും 1 കോടിയായിരിക്കും. അപ്പോൾ 50 ലക്ഷം വരെയുള്ള സേവനങ്ങളെ പറ്റിയുള്ള പരാതികളാണ് എന്ത് ചെയ്യുന്നത്, ജില്ലാ കമ്മീഷനുകൾക്ക് പരാതിയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നത്. ഇനി അതേപോലെ സംസ്ഥാന കമ്മീഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഈ 2 കോടിയുടെ ഇടയിലുള്ളത്. അപ്പോൾ 50 ലക്ഷത്തിന് മുകളിലും 2 കോടി രൂപയ്ക്ക് താഴെയുള്ള ഈ സേവനങ്ങൾക്ക് ചരക്കുകൾക്കെതിരെയുള്ള പരാതി വന്നാൽ എന്ത് ചെയ്യുക, സംസ്ഥാന കമ്മീഷന് പരാതികൾ പരിഗണിക്കാം. ഈ 2 കോടിക്ക് മുകളിലുള്ളതാകുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ദേശീയ കമ്മീഷനായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് പരിഗണിക്കാനുള്ള അധികാരം വരുന്നത്. അപ്പോൾ എങ്ങനെ ഓർത്തിക്കേണ്ടത്, 50 ഓർത്തുക്കുക, 50 to 2 കോടി. ഓക്കെ, ഇതാണ് ഓർത്തുവെക്കേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ 50 ലക്ഷത്തിന് താഴെയാണെങ്കിൽ, പിന്നെ 50 to 2 കോടിയാണെങ്കിൽ, 2 കോടിക്ക് മുകളിലാണെങ്കിൽ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അതിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് 20 ക്വസ്റ്റ്യൻസ്. സോ ഇതിനെ അടുത്തൊരു പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, അവിടെ നോക്കണം. ഓക്കെ, സെക്രട്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ് വന്നിട്ടില്ല, കുറച്ചുകൂടി ടൈം എടുക്കുന്നാലും. അപ്പം അതിൻ്റെ മുമ്പേ എന്ത് ചെയ്യും, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കും. ഓക്കെ, ബൈ.